ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. മലമക്കാവ് എന്ന് പറഞ്ഞാൽ വാദ്യ ലോകത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാന ഇടം നേടിയ ഒരു സ്ഥലമാണ് മലമക്കാവ് എന്നത്. മലമക്കാവിൻ്റെ വാദ്യപാരമ്പര്യവും തായമ്പക പാരമ്പര്യവും കലാകാരന്മാരുടെ ഉന്നതി കൊണ്ട് ശ്രദ്ധേയമായ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. അവിടെ തായമ്പക മലമക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ തായമ്പകപ്പുര തന്നെയുണ്ട്. പറഞ്ഞു വരുന്നത് സ്ഥലപാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, പക്ഷെ കൂട്ടത്തിൽ അത് ആ പരാമർശം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. അത് തുടർന്ന് വരുന്ന സംസാരത്തിൽ അത് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. എങ്ങനെയും ഇന്നത്തെ വർത്തമാനത്തിൽ കലാമണ്ഡലം പ്രഭാകര പൊതുവാൾ മലമക്കാവിൻ്റെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന ചെണ്ടവാദ്യ കലാകാരൻ, കഥകളി ചെണ്ടയിലും മുതിർന്ന കലാകാരനാണ് കലാമണ്ഡലം പ്രഭാകര പൊതുവാൾ. അദ്ദേഹം കലാമണ്ഡലത്തിൽ നിരവധി കാലം അഭ്യസിച്ച് വിദഗ്ധമായ പരിശീലനം നേടിയ വ്യക്തിയാണ്. കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ ആശാൻ്റെ കീഴിൽ 5 വർഷത്തോളം അവിടെ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. 1959 മുതൽ ആണ് കലാമണ്ഡലത്തിൽ അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള ശുദ്ധമായ എണ്ണങ്ങൾ വളരെ കൃത്യമായി എടുക്കാൻ പറ്റുന്ന ഒരു കൊട്ടിൻ്റെ ശൈലിയുടെ ഉടമ കൂടിയാണ് പ്രഭാകര പൊതുവാൾ. അദ്ദേഹത്തിന് തായമ്പക പോലെ തന്നെ കഥകളിക്കൊട്ട് പോലെ തന്നെ തായമ്പകയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് വളരെ കൃത്യമായി ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അതിലേറെ എനിക്കും വ്യക്തിപരമായി ധാരാളം ഇഷ്ടമുള്ള വ്യക്തിയാണ്. കലാമണ്ഡലത്തിൽ പല കാലങ്ങളിലായി, വളരെ മുൻകാലത്ത് തന്നെ പല കാലങ്ങളിലായി അധ്യാപനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പ്രഭാകരേട്ടൻ. അടുത്ത കാലത്തായി കലാമണ്ഡലത്തിൽ MA തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ കലാമണ്ഡലത്തിൻ്റെ ചെണ്ട വിഭാഗത്തിൻ്റെ അധ്യാപകനായും അദ്ദേഹം തുടർന്ന് കുറേ കാലം കലാമണ്ഡലത്തിലും MA വിഭാഗത്തിൽ അധ്യാപനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ഞാൻ അദ്ദേഹത്തിൻ്റെ കൊട്ട്, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ആ കൊട്ടിൻ്റെ ശബ്ദത്തിൻ്റെ കൃത്യത എന്നത് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രഭാകരേട്ടൻ്റെ കൊട്ട് കേൾക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയും ആ കഥകളി കൊട്ടിൻ്റെ മുതിർന്ന ഒരു കലാകാരനെ ഈ വായ്ത്താരിയിലേക്ക് ലഭിച്ചത് സന്തോഷമുണ്ട്. പ്രഭാകരേട്ടനും ഞാനുമായി വ്യക്തിപരമായി ധാരാളം ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ്. എങ്ങനെയും വളരെ സ്നേഹാദരത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ ഈ വായ്ത്താരിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇത് കേൾക്കണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിനു വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ആസ്വാദക വൃന്ദത്തിന്, കലാകാരന്മാർക്ക്, സംഘാടകർക്ക്, കഥകളി മേഖലയിലുള്ള കലാമേഖലയിലുള്ള അവർക്ക് ഒരുപക്ഷെ അതിലേറെ കലാമേഖലയെക്കുറിച്ചാണോ അതോ അദ്ദേഹത്തിൻ്റെ എഴുത്ത് മൂലമാണോ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററികൾ കൂടെയാണോ അദ്ദേഹത്തെ അറിയുക എന്നതൊരു പക്ഷേ സംശയമുണ്ടായിരിക്കാം. എങ്ങനെയും വിവിധ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിനു വാസുദേവൻ, അദ്ദേഹം കഥകളി പഠിച്ചിട്ടുള്ള കലാകാരൻ കൂടിയാണ്. വാസുപിഷാരോടി ആശാൻ്റെ കീഴിൽ കഥകളിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഉപദേശ നിർദ്ദേശങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എങ്ങനെയും അങ്ങനെ ഒരു കലാഹൃദയമുള്ള
വ്യക്തിയാണ് വിനു വാസുദേവൻ. അദ്ദേഹമാണ് പ്രഭാകര പൊതുവാളോട്, പ്രഭാകരേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊരു പക്ഷേ പ്രഭാകരേട്ടൻ്റെ ഈ വീഡിയോ എന്നത് ഒരു പക്ഷേ വൈകി എന്ന് തോന്നാം. അതിന് കാരണം ഇത് വളരെ നേരത്തെ എടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ട് വീണ്ടും ഞങ്ങൾക്കത് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായും അത്തരമുള്ള സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ഇത് വൈകി എന്ന് ചിലർക്കെങ്കിലും തോന്നാൻ ഇടയുണ്ടായിട്ടുണ്ടാവുക. എങ്ങനെയാലും ഇവരുടെ വർത്തമാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. നല്ല ഒരു പ്രദേശത്തിൻ്റെ ഒരു വാദ്യ പാരമ്പര്യത്തിൻ്റെ ചരിത്രം പറയുന്ന വൈത്താരി കൂടിയാണ് ഇത്. അത് ഓരോ എപ്പിസോഡിലും അങ്ങനെ ഉണ്ടായിരിക്കാം കേട്ടോ. ഓരോ വ്യക്തികൾ പറയുമ്പോഴും അവർക്കറിയുന്ന മേഖലകൾ, അവർക്കറിയുന്ന ചരിത്രങ്ങൾ, അവർക്കറിയുന്ന അറിവുകൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടുകൂടി നമുക്കിതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരാം. എങ്ങനെയാലും ഈ മലമക്കാവിൻ്റെ പാരമ്പര്യം എന്നത് വളരെ കൃത്യമായിട്ട് പ്രഭാകർ പൊതുവാൾ പറഞ്ഞ് അറിയിക്കുന്നുണ്ട്. അതിന് ആരൊക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് നമുക്ക് കേട്ടറിയാം, കണ്ടറിയുകയും ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. വായ്ത്താരി എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായമ്പകയിൽ നമുക്ക് ഒരുപാട് രംഗാവതരണ ശൈലികളുണ്ട്. ഇതിലേറ്റവും പഴയ ശൈലി എന്ന് അവകാശപ്പെടാവുന്ന മലമക്കാവ് ശൈലിയുടെ വക്താവ്, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വക്താവ് എന്ന് പറയാവുന്ന മലമക്കാവ് അല്ലെങ്കിൽ കലാമണ്ഡലം പ്രഭാകര പൊതുവാളാണ് ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ അതിഥി. അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. മലമക്കാവ് പ്രഭാകര പൊതുവാൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യകാലങ്ങളിൽ. എന്താണ് ഈ അങ്ങും മലമക്കാവും തമ്മിലുള്ള ഒരു ബന്ധം എന്നൊന്ന് വിശദീകരിച്ച് പറയാമോ? ഈ തായമ്പകളുടെ ജന്മഗൃഹമാണ് ഇതെന്ന് പറഞ്ഞല്ലോ ആദ്യം. ഈ തറവാട്ടിൽ നിന്നാണ് തായമ്പക ഉണ്ടായിരിക്കുന്നത്. ഇത് അച്ഛൻ്റെ തറവാടാണ്. എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ തറവാട് എന്ന് പറയുന്നത് ചെർപ്പളശ്ശേരി പടിഞ്ഞാറ് പൊതുവാട്ടിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു വിഭാഗം പൂക്കാട്ടിലേക്ക് മാറി ഒരു വിഭാഗം ഇങ്ങോട്ടും പോന്നു. അങ്ങനെയാണ് പഴയ ചരിത്രം. അപ്പോൾ ഇത് അച്ഛൻ്റെ തറവാടാണ്. അപ്പോൾ തായമ്പക ജന്മം കൊണ്ടത് ഈ തറവാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തിന് തായമ്പക ഗ്രാമം എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഈ അമ്പലത്തിലത്തെ വരിക്കപ്പുര സാധാരണ എല്ലാ അമ്പലങ്ങളിലും വെൽക്കൽപുര എന്നാണ് പറയുക. വരിക്കപ്പുര എന്നർത്ഥം. ഇവിടെ ഇതിന് തായമ്പകപ്പുര എന്നാണ് പറയുക. അത് ശരി. അങ്ങനൊരു മാറ്റമുണ്ട്. കാരണം ഇവിടുത്തെ പ്രധാനം തായമ്പകയായിരുന്നു. താലപ്പൊലിയാണ് ഒരു കൊല്ലത്തിൽ വിശേഷമായിട്ടുള്ള ഒരു ദിവസം. ആ താലപ്പൊലി ദിവസം 8 മണിക്കൊക്കെയാണ് തായമ്പക തുടങ്ങിയാൽ വെളിച്ചാവാൻ കാലത്ത് 2 മണിക്ക് എഴുന്നള്ളിക്കുന്ന വരെ തായമ്പക തന്നെയാണ്. പിന്നെ എവിടെ അരങ്ങേറ്റം കഴിഞ്ഞാലും ആദ്യത്തെ തായമ്പക പടയാണ് ആ കുട്ടിയുടെ. അത് ശരി. ഇവിടെ ഒന്ന് കൊട്ടിയിട്ട് പുറമെ ഒരു തായമ്പകയ്ക്ക് പോകും. അതൊക്കെ പഴയ ചിട്ട. ഇപ്പോൾ പിന്നെ പലരും അരങ്ങേറ്റം കഴിയാണ്ട് തന്നെ കൊട്ടണവരുണ്ട്. അത് ഇപ്പോഴത്തെ നോക്കണ്ട. പഴയൊരു സമ്പ്രദായം അങ്ങനെയാണ്. എവിടെ വെച്ചിട്ടാണ് പഠിക്കുന്നത് വെച്ചാൽ അവിടുത്തെ അമ്പലത്തിൽ അരങ്ങേറ്റം നടത്തും. അത് കഴിഞ്ഞാൽ ആദ്യത്തെ തായമ്പക ഇവിടെ മലമക്കാവിൽ കൊട്ടിയിട്ട് പിന്നെ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ എന്താ പറയുക തായമ്പകയുടെ ഒരു ആസ്ഥാനം അല്ലെങ്കിൽ ജന്മഗൃഹം എന്നുള്ളതൊക്കെ. തായമ്പകയുടെ ആദ്യത്തെ ശൈലി തന്നെ ഇവിടുത്തെയാണ്, മലമക്കാവ് ശൈലിയാണ്. അത് ശരി. ഇതിൽ നിന്ന് രൂപം കൊണ്ടതാണ് പാലക്കാടൻ ശൈലി. ഇത് രണ്ടും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോരൂർ ശൈലി ഉണ്ടാവുന്നത്. പോരൂർ ശൈലി എന്ന് പറയുന്നത് മലമക്കാവ് ശൈലിയുടെയും പാലക്കാടൻ ശൈലിയുടെയും ഒരു സങ്കര
ആയിട്ടുള്ള അത് ശരി. ഇതാണ്. അതിൽ പോരൂരും അനവധി യോഗ്യന്മാരുണ്ടായിട്ടുണ്ട്. പാലക്കാടൻ ശൈലിയിലും യോഗ്യന്മാരുണ്ട്, മലമക്കാവ് ശൈലിയിലും യോഗ്യന്മാരുണ്ട്. അതെ, നമുക്ക് ഇനി അങ്ങോട്ട് വരാം. എങ്ങനെയാണ് അങ്ങയുടെ ഒരു ഈ വാദ്യരംഗത്തേക്കുള്ള ഒരു പ്രവേശം? അത് എങ്ങനെയായിരുന്നു? ഏത് കാലഘട്ടത്തിലായിരുന്നു അത്? ഞാൻ ഇവിടെ ഈ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആണ് കലാമണ്ഡലത്തിൽ ചേർന്നത്. അതിനു മുമ്പേ 10 വയസ്സിൽ എൻ്റെ തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞു. മലമക്കാവ് അച്യുത പൊതുവാളുടെ കീഴിൽ തായമ്പക പഠിച്ചു, അരങ്ങേറി. 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠിത്തം നിർത്തി നേരെ കലാമണ്ഡലത്തിൽ ചേർന്നു. അന്ന് ഈ മലമക്കാവിൽ അച്യുത പൊതുവാളുടെ 2ാമത്തെ മകൻ കേശവ് പൊതുവാൾ എന്ന് പറയും. തൃപ്പൂണിത്തറ RLVയിലായിരുന്നു അങ്ങവർക്ക് ജോലി. അങ്ങോരവിടെ പഠിച്ചേരുന്ന കാലമാണ് കലാമണ്ഡലത്തിൽ. അപ്പോൾ എന്നെയും കൂടിയും അവിടെ കൊണ്ടേ ചേർത്തു. അത് 1945. അങ്ങനെ കലാമണ്ഡലത്തിൽ ചേർന്നു. കലാമണ്ഡലത്തിൽ ചേർന്നു വെച്ചാലും ഞാൻ വേനൽക്കാലമൊക്കെ കൊട്ടാൻ നടക്കും. തായമ്പക ധാരാളം കിട്ടിയിരുന്നു ആ കാലത്ത്. അത് ശരി. അപ്പോൾ തായമ്പയ്ക്കും പോവും, മേളത്തിനും ഒക്കെ എല്ലാറ്റിനും പോവും. അങ്ങനെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ ഈ ഒരു ഡെപ്യൂട്ടേഷൻ ഫീസ് കൊടുക്കുക, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. ഒരു 2 റുപ്യ അവിടെ അടയ്ക്കണം. നമ്മൾ പുറമേ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ 2 റുപ്യ അവിടെ അടയ്ക്കണം. ആ 2 റുപ്യയും ഈ വഴിച്ചെലവും കൂടി കഴിഞ്ഞാൽ ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ കയ്യിൽ നിന്ന് വേണം കാശ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാൻ തായമ്പക നിർത്തി. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഓരോന്ന് കൂട്ടിയിരുന്നു എന്നല്ലാണ്ട്. അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ അഭ്യാസം അത് എങ്ങനെയായിരുന്നു? അതൊന്ന് ഓർത്തെടുക്കാം. അന്നത്തെ കാലത്തെ അഭ്യാസവും ആശാന്മാരുടെ ആരൊക്കെയായിരുന്നു ആശാന്മാർ? അന്ന് അച്ചുണ്ണി പൊതുവാൾ എന്ന് പറയും. വെള്ളിനാഴിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എൻ്റെ വല്യച്ഛൻ്റെ ശിഷ്യനുമാണ്. അങ്ങനെ ആശാൻ്റെ അടുത്താണ്. അന്ന് അച്ചുണ്ണി പൊതുവാളാശാൻ മാത്രമേ കലാമണ്ഡലത്തിലുള്ളൂ. അവിടെ ആണ് ചേർന്ന് പഠിക്കാൻ തുടങ്ങി. കുറച്ച് ഒരു 3 മാസമോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ കലാമണ്ഡലത്തിൽ വന്നു. അപ്പോൾ വൈകുന്നേരം വന്നത്. വൈകുന്നേരം വന്നപ്പോൾ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ എന്നോട് അതുവരെ പഠിച്ചതൊന്ന് കൊട്ടി കാണിക്കാൻ പറഞ്ഞു അച്ചുണ്ണി പൊതുവാളാശാൻ. അപ്പോൾ ഞാൻ കൊട്ടി കാണിച്ചു കൊടുത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അന്ന് മേളപ്പത്തിൻ്റെ ആദ്യത്തെ എണ്ണം വരെ ആയിരുന്നുള്ളൂ. അത് ശരി. അത് ഈ 3 മാസം കൊണ്ട് പഠിച്ചെടുത്തുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഈ തായമ്പകയോ അല്ലെങ്കിൽ കേളിയോ അതൊന്നും വേണ്ടി വന്നിട്ടില്ല. അതൊക്കെ പഠിച്ചിട്ടാണല്ലോ പോയത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രത്യേകത കൂടിയുണ്ട്. കലാമണ്ഡലത്തിൽ ചേർന്നുള്ള കുട്ടികളിൽ ഏറ്റവും വേഗത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞ വിദ്യാർത്ഥി എന്നുള്ളൊരു പേര് എനിക്കുണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ അതാർക്കും നിശ്ചയുണ്ടാവില്ല. അന്ന് ഒപ്പമുള്ള ഒരാൾക്കായിരുന്നു. അന്ന് ഒപ്പം പാഞ്ഞാൾ ഉണ്ണികൃഷ്ണൻ, കേശവേട്ടൻ 1 കൊല്ലം ഉണ്ടായി തൃപ്പൂണിത്തറ. മനസ്സിലായി. ആ പിറ്റത്തെ കൊല്ലം മൂപ്പര് കോഴ്സ് കഴിഞ്ഞു. പിന്നെ പാഞ്ഞാൾ ഉണ്ണികൃഷ്ണൻ, ഒരു നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാൾ പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പോയതിൻ്റെ ശേഷം കണ്ടിട്ടില്ല. അയാൾക്ക് റെയിൽവേയിൽ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ആ ആളെ കണ്ടിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണനും നാരായണനും അതിൻ്റെ പുറമെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. എനിക്ക് ഓർമ്മയിലില്ല. അത്രയേ ഉള്ളൂ അന്ന്. അത് ഈ
മൂന്നാളെ വെച്ചിട്ടുള്ള പ്രയോഗമാണ് അന്നുള്ളത്. ഇന്ന് ആ സ്ഥാനത്ത് 80 എത്ര അത്രയധികം കുട്ടികളുണ്ട്. അല്ല, അപ്പോൾ നല്ല പുരോഗതി ഉണ്ട് അർത്ഥമായിരുന്നു. അതാണ് എൻ്റെ ഒരു സംശയം തീർക്കുകയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു 1945 അരങ്ങേറ്റം ഉണ്ടായതെന്ന്. പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങയുടെ ജനിച്ച വർഷമാവാൻ ആണ് സാധ്യത എന്ന് തോന്നുന്നു. അപ്പോൾ അത് മാറി പറഞ്ഞതാ. ആ 1945 എൻ്റെ ജനനം. അത് ശരി. 59 കലാമണ്ഡലത്തിൽ ചേർന്നത്. 59 ഡിസംബറിൽ. ആ അപ്പോൾ അരങ്ങേറ്റം ഉണ്ടായത് ഇവിടെ അരങ്ങേറ്റം ഉണ്ടായത് 10 വയസ്സിൽ കഴിഞ്ഞു. ആ തായമ്പ് അരങ്ങേറ്റം 10 വയസ്സിൽ കഴിഞ്ഞു. 59 കലാമണ്ഡലത്തിൽ ചേർന്നു. 59 ഡിസംബറിൽ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം ക്ലാസ്സുകളൊന്നും കാര്യമായിട്ടില്ല. കാരണം ഈ വേനൽക്കാലത്ത് കളികളാവുകൊണ്ട് ക്ലാസ്സുകളൊന്നും കാര്യമായിട്ടില്ല. ഏപ്രിൽ, മെയ് വെക്കേഷനായിട്ട്. ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ ഓണത്തിന് പൂട്ടും. അതുവരെയും ഓണം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ റിഹേഴ്സലേ ഉണ്ടായിട്ടുള്ളൂ. അത് ശരി. അതിന് മുമ്പാണ് ക്ലാസ്സുകൾ മുഴുവൻ. ഈ ജൂൺ, ജൂലൈ 2 മാസത്തെ ക്ലാസ് കൊണ്ട് പുറപ്പാടും മേളപ്പതും പഠിച്ച് ആ കൊല്ലത്തെ നവരാത്രി കാലത്ത് ദശമിക്ക് അരങ്ങേറി കലാമണ്ഡലത്തിൽ. അരങ്ങേറി. അപ്പോൾ അവിടുത്തെ കലാമണ്ഡലത്തിലെ ഗുരുനാഥന്മാർ ആരൊക്കെയായിരുന്നു? അന്ന് കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാളാശാൻ മാത്രമേ അവിടെ ഗുരുനാഥനായിട്ടുള്ളൂ. കൃഷ്ണകുട്ടി പൊതുവാളാശാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പോവുക അത്രേ ഉള്ളൂ. വന്ന് ക്ലാസ് എടുക്കലിന് ഒന്നുമല്ല. പിന്നെ ഞാൻ ചേർന്നതിൻ്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പൊതുവാളാശാൻ ആദ്യം വന്നു. പൊതുവാളാശാനെ വീണ്ടും തിരിച്ചെടുത്തു. അതിൻ്റെ മുമ്പുണ്ടായിരുന്നു അത്ര എനിക്ക് ശരിയ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അന്നത്തെ സെക്രട്ടറി ഒരു CV സുബ്രഹ്മണ്യരുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് തമ്മിൽ തെറ്റിയിട്ട് വീണ്ടും മൂപ്പര് കണ്ടാച്ചു പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഥകളിയുടെ കൊട്ട് എന്ന് പറഞ്ഞാൽ അത് മുഴുവനെ എന്നെ പഠിപ്പിച്ചിരുന്നത് അച്ചുണ്ണി പൊതുവാളാശാനാണ്. പറഞ്ഞു തരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ കഥകളിയെക്കുറിച്ചുള്ള വാക്കിൽ കൂടിയുള്ള രംഗപരിചയം, പാത്രപരിചയം, ഈ കഥാസാരങ്ങൾ, ഇങ്ങനെ ഇതൊക്കെ കൃഷ്ണകുട്ടി പൊതുവാളാശാനാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് മുഴുവനെ കലാമണ്ഡലത്തിൽ നിന്നല്ലേ. ഇനി പുറമേ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ കവളപ്പാറ വെച്ചിട്ടാണ്. ഞാൻ എല്ലാ ശനിയും ഞായറും കവളപ്പാറയ്ക്ക് പോകും. അത് ശരി. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ കവളപ്പാറയ്ക്ക് എത്തും. ശനി ഞായറും അവിടെ ഉണ്ടാവും. ആ ദിവസങ്ങളിലാണ് ഈ പറഞ്ഞു തരൽ മുഴുവനെ. അത് ഇങ്ങനെ ഇരുന്ന് പറയൽ മാത്രമേ ഉള്ളൂ. എന്നെ കാര്യമായിട്ട് ഒന്നും കൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് പാത്രസ്വഭാവങ്ങൾ, കഥയുടെ മൊത്തം ഒരു സ്വഭാവം, കഥാസാരങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമായിട്ട് പറയാനുണ്ടാവും. ഇവർക്ക് ദിവസേന എന്തെങ്കിലും പറയാനുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇവിടെ അച്ചുണ്ണി പൊതുവാളാശാൻ ആ കൊട്ടാനുള്ളത് എന്താ വെച്ചാൽ അത് മാത്രമേ പഠിപ്പിക്കൂ. കളരീത്തെ കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് 1 കൊല്ലം ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അത് ശരി. കാരണം ഈ അരങ്ങേറ്റം കഴിഞ്ഞ കൊല്ലത്തിൽ തന്നെ ഞാൻ കുറേശ്ശെ കളരിയിലേക്ക് പോകാൻ തുടങ്ങി. ആ 1 കൊല്ലം കഴിഞ്ഞോട് കൂടിയിട്ട് പിറ്റത്തെ കൊല്ലം മുഴുവനെ കളരിയിൽ തന്നെയായിരുന്നു. അത് ശരി. ചൊല്ലിയാട്ടത്തിന് ഹോട്ടൽ തന്നെയായിരുന്നു. ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞതിൽ അച്ഛൻ വല്യച്ഛൻ എന്നിങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും പേരും അച്ഛൻ്റെ പേര് മലമക്കാവ് ഗോവിന്ദ പൊതുവാൾ എന്നാണ്. സോപാന സംഗീതം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. അത് ശരി. സോപാന സംഗീതത്തിൽ ഇന്നിപ്പോൾ അറിയപ്പെടുന്ന വ്യക്തി ഞെറളത്ത് രാമപൊതുവാളായിരുന്നു അല്ലേ? അതെ. ഈ ഞെറളത്ത് രാമപൊതുവാൾ അച്ഛൻ്റെ ശങ്കടി പാടിയായിരുന്ന ആളാണ്. ഓ, അങ്ങനൊരു കാലം. അത് ശരി. ഈ രാമേട്ടൻ്റെ കൂടെ ഞാനും പാടിയിട്ടുണ്ട്. ധാരാളം പാടിയിട്ടുണ്ട്. അവർ എവിടെ എന്നെ കണ്ടാലും എന്നെ വിളിച്ചു നിർത്തും. അത്
ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചാൽ അതേ ഇത് എന്നോടുള്ള ലോക്യം കൊണ്ടൊന്നുമല്ല, എൻ്റെ അച്ഛനോടുള്ള കടപ്പാടാണ്, അത് കൂടാണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഷ്ടപതിയും കുറേശ്ശെ പാടിയിരുന്നു. ഈ അക്ഷരങ്ങളൊന്നും തോന്നില്ല, അതാണ് ഈ അഷ്ടപതിയൊന്നും കാണാപ്പാടും അന്ന്. പഠിച്ചില്ല. അത് കുട്ടിക്കാലത്താണോ അത് ഈ കലാമണ്ഡലത്തേക്ക് പോണതിന് മുമ്പാണോ ഒക്കെ? കലാമണ്ഡലത്തിൽ പോയതിൻ്റെ ശേഷവും അതിന് ശേഷവും. അതിന് ശേഷവും ധാരാളം പാടിയിട്ടുണ്ട്. അത് ശരി. ഈ വല്യച്ഛനെ കുറിച്ച് സൂചിപ്പിച്ചു. വല്യച്ഛനാണ് മലമക്കാവിൽ അച്യുത പൊതുവാൾ. അദ്ദേഹമല്ലേ ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയത്? അദ്ദേഹമാണ് പഠിപ്പിച്ചത്. അച്ചുണ്ണി പൊതുവാൾ ആശാൻ്റെ ഗുരുനാഥനും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഏട്ടത്തിൻ്റെ മകനാണ് മലമക്കാവ് കേശവ പൊതുവാൾ. ശരി. അപ്പോൾ ഏട്ടൻ്റെ സ്ഥാനമാണ്. അദ്ദേഹത്തിന് അന്ന് കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ആശാൻ പോയപ്പോൾ കലാമണ്ഡലത്തിൽ സീനിയർ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അത് ഈ അച്യുത പൊതുവാളുടെ രണ്ടാമത്തെ മകൻ കേശവ പൊതുവാൾ. മൂപ്പര് പിന്നെ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞു. അങ്ങനെ RLVയിൽ തൃപ്പൂണിത്തുറയ്ക്ക് പോയി. RLVയിൽ ജോലി കിട്ടി. അവിടെ തന്നെ ഒരു സ്ഥലം എടുത്തു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു മദ്ദളം ശശി. അറിയാം. അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ കോഴ്സ് പഠനം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ എന്താ ഉണ്ടായത്? 64 മാർച്ചിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ആ ജൂൺ മുതൽക്ക് ഞാൻ അവിടെ അധ്യാപകനായി. അത് ശരി. ജൂൺ ജൂലൈ ഓണത്തിന് പൂട്ടുന്നവരെ ഉണ്ടായുള്ളൂ. ഓണത്തിന് പൂട്ടിയോട് പറഞ്ഞയച്ചു. അതെന്തേ? അങ്ങനെ അതൊക്കെ താൽക്കാലിക നിയമനമാണ്, അത്രയേ ഉള്ളൂ. പിന്നെ പിറ്റത്തെ കൊല്ലം ജൂണായപ്പോൾ ആദ്യം വിളിച്ചു. അപ്പോഴേക്ക് ഓരോരോ കാരണങ്ങളും ഉണ്ടാവുകയാണ്. ആദ്യം അച്ചുണ്ണി പൊതുവാളാശൻ ലീവ് എടുത്തു ചികിത്സയ്ക്ക്. അത് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം വീണ്ടും അച്ചുണ്ണി പൊതുവാളാശൻ ഈ കോട്ടയ്ക്ക് പോയിട്ട് ഉഴിച്ചിലും തേങ്ങയും മാങ്ങിയൊക്കെ ആയിട്ട് അതിനായിട്ട് 2 മാസം ലീവ് എടുത്തു. അപ്പോഴും വിളിച്ചു. പക്ഷെ ആ കൊല്ലം വിളിച്ചപ്പോഴേക്ക് വേനൽക്കാലത്ത് കളികൾക്കും കൂടി വിളിക്കാൻ തുടങ്ങി. അത് ശരി. ട്രൂപ്പിൻ്റെ കളികൾക്ക് ട്രൂപ്പിൻ്റെ കളികൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. ആ കലാമണ്ഡലം ട്രൂപ്പിൻ്റെ കളികൾക്കും വിളിക്കും. അതേ കാലത്ത് തന്നെ ഇരിഞ്ഞാലക്കുട കലാനിലയം ട്രൂപ്പിൻ്റെ കളികൾക്കും വിളിക്കാൻ തുടങ്ങി. അവിടെ ഒരു അപ്പുമാരായിരുന്നു ഉണ്ടായിരുന്നത് കലാനിലയത്തിൽ. അദ്ദേഹത്തിന് കയ്യിന് കുറച്ച് വാദസംബന്ധമായിട്ടുള്ള അസുഖം കാരണം കൈ നേരെ നടക്കില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എന്നെ വിളിക്കും കളിക്ക്. അപ്പോൾ ഈ വേനൽക്കാലത്ത് കളികൾക്കൊക്കെ അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് വേനൽക്കാലത്ത് 2 മാസം പറശ്ശിനിക്കടവിലും പോയിരുന്നു. ഇതിനൊക്കെ കൂടിയിട്ട് എവിടെ സമയം എന്ന് ചോദിച്ചാൽ അതന്നെ ഉണ്ടായിരുന്നില്ല. സമയം വളരെ ഇരട്ടിയായിരുന്നു. ധാരാളം പരിപാടികളുണ്ട്. പറശ്ശിനിക്കടവിൽ 2 മാസം പോയി. അത് കഴിഞ്ഞിട്ട് അതും മണ്ടാച്ചു. പിന്നെ കലാമണ്ഡലത്തിൽ തന്നെ കളരി അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. അത് ഏത് വർഷത്തിലാണ്? അത് 68 മുതൽക്ക് ഞാൻ കലാമണ്ഡലത്തിലുണ്ട്. 69 70 ഡിസംബറിൽ ക്രിസ്മസിന് പൂട്ടിനോട് കൂടിയിട്ട് അവിടുന്ന് ഒഴിവായി. അത് ശരി. അപ്പോൾ 70 അന്ന് ഗുരു ഗോപിനാഥൻ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ക്രിസ്തുമസിന് പൂട്ടണ അന്ന് എന്നെ വിളിച്ചു. മൂപ്പരൊരു മഹാഭാരതം ബാലെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4-5 മാസം തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒന്നിച്ചു കൂടാം. വിരോധമുണ്ടോ വെച്ചു. വിരോധമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ അന്ന് കലാമണ്ഡലത്തിൽ ഈ 40-120 ശമ്പള സ്കെയിലാണ്. അത് ശരി. ഒരു 75 ഉറുപ്പ്യ അങ്ങനെ എന്തോറ്റാണ് കിട്ടിയിരുന്നത്. ഇങ്ങോട്ട് 150 ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞു മാസം. അത് ശരി. പിന്നെ ഭക്ഷണം വെച്ച് കഴിക്കുകയാണെന്ന് വെച്ചാൽ അരിയോ പാത്രങ്ങളോ എന്തൊക്കെ വെച്ചാൽ അതും തരാം. അപ്പം നേരെ അങ്ങോട്ട് പോയി, തിരുവനന്തപുരത്തേക്ക് പോയി. അത് അദ്ദേഹമായിട്ട് അവിടെ ചെന്നിട്ട് തമ്മത്തല്ലി വേണ്ടാച്ച് പോരേണ്ടി വന്നു. വേണ്ടാക്കി വെച്ചാൽ ഏതാണ്ടൊക്കെ ഈ മെയ് മാസം വരെ നിന്നില്ല. ഏപ്രിൽ മാസം കഴിഞ്ഞപ്പോഴേക്ക് പോന്നു. അത് ശരി. കാരണം തെക്കോട്ട് കുറേശ്ശെ കളിക്ക് പോയി തുടങ്ങി.
ആ അപ്പോൾ ഈ കളിക്ക് പോണത് അങ്ങോട്ട് ഇഷ്ടമല്ല. ആ അത് ശരി. പുറമെ കളിക്ക് കേൾക്കാൻ പാടില്ല. പുറമെ പ്രോഗ്രാമൊന്നും ഏൽക്കാൻ പാടില്ല. അങ്ങനെ ഏൽക്കുകയാണോ വിചാരിച്ചാൽ ട്രൂപ്പിനെ അവിടെ ഏൽപ്പിക്കുക. അത് ശരി. ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഒറ്റയ്ക്ക് നമ്മൾ കളി ഏൽക്കാൻ പാടില്ല. അപ്പം എനിക്കന്ന് തെക്കോട്ട് ധാരാളം കളികൾ കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ തമ്മിൽ തെറ്റിയിട്ട് അവിടുന്ന് പോന്നു. അന്ന് പിന്നെ കലാനിലയം ഉണ്ണികൃഷ്ണൻ പാട്ടിന് പിന്നെ ഒരു കൃഷ്ണൻ നമ്പൂരി ഉണ്ട് മുക്കത്തുള്ളത്, മദ്ദളം. അദ്ദേഹം മദ്ദളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുറച്ചാൾ ടീമായിട്ടുണ്ടായിരുന്നു. കടുങ്ങല്ലൂർ ഒരു നമ്പീശൻകുട്ടി അയാൾ വേഷത്തിനുണ്ടായിരുന്നു. പിന്നെ ഈ ഉണ്ണീഷൻ്റെ കൂടെ പാടാൻ ഒരു സദനം സേതു മനസ്സിലാളുണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലാവുണ്ട്. ആ സേതു ആയിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ടീം അവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയിട്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ തമ്മിൽ വേണ്ട പോരും ചെയ്തു. ഈ കലാമണ്ഡലത്തിൽ പലപ്പോഴായിട്ട് ട്രൂപ്പിൻ്റെ കളികൾക്ക് സ്ഥിരമായിട്ട് പോയിരുന്നല്ലോ. അന്ന് അവിടുത്തെ ഈ മറ്റ് ഇപ്പോൾ വേഷത്തിലാണെങ്കിലും പാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അത് മദ്ദളത്തിന് നമ്പീശൻകുട്ടിയാണ് എൻ്റെ ഒപ്പം അധികം ഉണ്ടാവാറ്. അങ്ങാടിപ്പുറം. മനസ്സിലായി. അതല്ലാണ്ട് മറ്റേ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ഒരു നാരായണൻ നായരുണ്ട്, നെല്ലുവായി. അയാളുണ്ടാവാറുണ്ട്. പിന്നെ വേഷത്തിനും പാട്ടിനൊക്കെ വേഷത്തിന് അധികവും അന്ന് പഠിപ്പിക്കാൻ കുഞ്ചുനാരാശാൻ, രാമകുട്ടിനാരാശാൻ, പത്മനാരാശാൻ, ഗോപിയേട്ടൻ, 4 ആൾ പഠിപ്പിക്കാൻ. അപ്പോൾ ഒരു മൈനർ സെറ്റ് രൂപീകരിക്കുന്നുണ്ടായി ആ കാലത്ത്. അപ്പോൾ അതിൽ ഗോപിയേട്ടൻ മുതൽക്ക് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. അത് ഒരു കാലത്ത് മേജർ സെറ്റ് വേണ്ട, മൈനർ സെറ്റ് മതി കളിക്കുക എന്നുള്ള അഭിപ്രായം വരെ എത്തിച്ചേർന്നു. അത് ശരി. കലാമണ്ഡലത്തിൽ വന്ന് ഏൽപ്പിക്കുക വെച്ചാൽ മൈനർ സെറ്റ് ഏൽപ്പിക്കുക എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അത്രയും ഗെയിമായിരുന്നു. അത് ഈ തിരുവാലത്തൂരൊക്കെ ഒരു ദിവസം 2 ദിവസത്തെ കളിക്ക് ഒരു ദിവസം മേജർ സെറ്റും ഒരു ദിവസം മൈനർ സെറ്റും കളി ഏറ്റിട്ടുണ്ട് ഒരു കൊല്ലം. അതിൽ കളി കേമായത് മൈനർ സെറ്റിൻ്റെ ആണെന്ന് അവരുടെ അഭിപ്രായം. അത് ശരി. നമുക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലയെന്നല്ല. അവർ പറഞ്ഞു ഇനി ഇവിടെ എല്ലാ കൊല്ലം മൈനർ സെറ്റ് വേണ്ടു. അത് പ്രധാനമായിട്ട് ഗോപിയേട്ടുണ്ട്. അത് ഒരു പ്രധാന കാരണമാണത്. അപ്പം ഗോപിയേട്ടൻ അന്ന് മുതൽ തന്നെ പച്ചവേഷം എന്ന് പറഞ്ഞാൽ ഒരു എന്തെന്നില്ലാത്തൊരവസ്ഥയിലേക്ക് അന്ന് തന്നെ ആയിക്കൊണ്ടു അത് കാണിച്ചിരിക്കാൻ. പിന്നെ ഇങ്ങനെ കൂടുക എന്നല്ലാണ്ട് കുറേലുണ്ടായില്ലേ. അപ്പം അന്ന് ഈ പല ആൾക്കാരുടെ ഒപ്പം രംഗത്തും കളരിയിലും ഒക്കെ പ്രവർത്തിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ആശാന്മാരുടെ ഒക്കെ ഞാൻ ഗുരു കുഞ്ചുകുറുപ്പ് ആശാൻ്റെ വേഷം അവർക്ക് കൂട്ടിയിട്ടുണ്ട്. അത് ശരി. ഗുരു കുഞ്ചുകുറുപ്പ് ആശാൻ്റെ ചെങ്ങന്നൂർ രാമപിള്ളയുടെ അത് ശരി അവരൊക്കെ വേഷത്തിന് കൂട്ടിയിട്ടുണ്ട്. അത് കഷ്ടിയിട്ടൊന്നുമല്ല, വിളിച്ചാവുന്നവർ വേണ്ടിയൊന്നുണ്ട് അർത്ഥം. തെക്കോട്ടൊക്കെ പോയാൽ വിളിച്ചാവുന്നവർ വേറെ ആളുണ്ടാവില്ലേ. ദുര്യോധനവധം സമ്പൂർണം, ചെങ്ങന്നൂരിൻ്റെ ദുര്യോധനൻ, കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ രൗദ്രഭീമൻ, അങ്ങനെയൊക്കെ ആയിട്ട് വിളിച്ചാവുന്നവർ വേണം, അവിടെ ഉണ്ടാവണം. അത്രയും നോക്കിയുള്ളൂ. ഇന്നത്തെ പോലെ ഈ 2 മണിക്കൂറും 2.5 മണിക്കൂറും ഒന്നും അല്ലാന്ന് കളി. വിളിച്ചാവുന്നവർ അത് നേരത്തെ വിളക്കുകയും ചെയ്യും. ആദ്യം ഈ കൃഷ്ണൻ നായരുടെയും വേഷത്തിന് അനവധി കൂട്ടിയിട്ടുണ്ട്. കുറച്ചൊന്നുമില്ല, ധാരാളം. രാമകുട്ടിയാരാശാൻ്റെ വേഷത്തിന്, കുഞ്ചുനാരാശാൻ്റെ വേഷത്തിന് ഒക്കെ മതിയാവോളം കുട്ടിയുണ്ട്. ഇനി അവരുടെ ഒന്നും കൊട്ടാൻ തരാവില്ലല്ലോ. അപ്പോൾ ഈ തെക്കൻ ഇപ്പോൾ ചെങ്ങന്നൂരിൻ്റെയൊക്കെ വേഷത്തിന് കുട്ടുവെച്ചാൽ തെക്കൻ ശൈലിയുടെ സമ്പ്രദായം വേറെ വശാക്കിയിട്ടുണ്ടായിരുന്നു. തെക്കൻ ശൈലിയുടെ സമ്പ്രദായത്തിന് അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ തെക്കോട്ട് സാധാരണ കളിക്ക് പോവുക കൃഷ്ണകുട്ടി പുതുവാളാശാൻ്റെ കൂടെയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് ഒരു കളി കിട്ടിയപ്പോൾ ഞാൻ പുതുവാളാശാനോട് ചോദിച്ചു,
ഇങ്ങനെ ചെങ്ങന്നൂരിൻ്റെയാണ് ദുര്യോധനൻ, എന്താ ഇപ്പോൾ വേണ്ടത് എനിക്ക് ശല്യ. അവിടെ ചെന്നാൽ അദ്ദേഹത്തിനെ നേരിട്ടാണ് കാണുക. അത് അദ്ദേഹത്തിനോട് പറയുക ഞാനാണ് കൊട്ടാൻ, ബാക്കിയൊക്കെ അദ്ദേഹം നോക്കിക്കോളും. അങ്ങനെ അവിടെ ചെന്നു, അദ്ദേഹത്തിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തേ പഠിച്ചാൽ അതാണ് കൊട്ടിക്കോളൂ, ഞാൻ അങ്ങോട്ട് കൂടിക്കോളാം. അത് ശരി. കലാമണ്ഡലത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, തിരനോക്കുക എന്ന് പറഞ്ഞിട്ട്. ആ തിരനോക്ക് മുതൽക്ക് വ്യത്യാസം ഉണ്ട് അവർക്ക്. അതെ, അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ കുട്ടിയാണ് കുട്ടിക്കോളൂ, പഠിച്ചത് എന്താ വെച്ചാൽ കുട്ടിക്കോളൂ, ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. അങ്ങനെ ഒരു ധൈര്യം തരുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഒന്നും ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. മറ്റുള്ളവർക്ക് ഒപ്പമുള്ളവർക്ക് ധൈര്യം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഉപദേശിക്കാനോ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഒന്ന് കിട്ടിയ. അല്ല, അത് മാത്രമല്ല അന്ന് കുറേയും കൂടെ ഈ എന്താ പറയുക, ചെണ്ടയും മദ്ദളവും അല്ലെങ്കിൽ സംഗീതവും എല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് ഒപ്പം കൂടുതൽ സമയം ഉണ്ടാകുന്ന അവസരങ്ങളും ഉണ്ടായിരുന്നല്ലോ ഒരു കളി സ്ഥലത്ത്. ധാരാളം ഉണ്ടായിരുന്നു. ചെണ്ടക്കാരാണെങ്കിലും അവർ നേരത്തെ എത്തുക, എല്ലാവരും നേരത്തെ എത്തും. അത് അങ്ങനെ ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു അന്ന്. നേരത്തെ എത്തണം, തെക്കോട്ട് പ്രത്യേകിച്ചും. മേളത്തിന് ആദ്യവസാന മേളം ആരാണോ ചെണ്ടാമദ്ദളം അവർ വേണം കേളി കൊട്ടാനെന്നാണ് അവിടുത്തെ പഴയൊരു സമ്പ്രദായം. അപ്പോൾ എല്ലാവരും നേരത്തെ എത്തണം എന്നർത്ഥം. അത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഇന്ന് കേളി ഇല്ലെങ്കിൽ തന്നെ വിരോധമില്ലല്ലോ. പഴയ കാലത്ത് ഈ കേളി എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസാണത്. അതെ, കളി ഉണ്ട് എന്ന് അറിയിക്കാനുള്ള അറിയിപ്പ് പോലെ. ഇന്നിപ്പോൾ അടുത്ത കൊല്ലത്തെ കളി ഉണ്ടെന്ന് ഇക്കൊല്ലം തന്നെ നോട്ടീസ് അടിച്ചേർക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പോൾ പിന്നെ അത് ആദ്യം അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കേളി ഇപ്പോഴും ഉണ്ട്. ഇനി അതൊരു ചടങ്ങായിട്ട് അത് അമ്പലങ്ങളിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. അത് പിന്നെ കേളിക്ക് എത്താണ്ടിരുന്നുള്ളത് കലാമണ്ഡലം കേശവൻ മാത്രമേ ഉള്ളൂ ഒരിക്കൽ. അങ്ങനെ ഒരു കഥയിട്ട്. അത് എവിടെ തെക്ക് എവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്, സുബ്രഹ്മണ്യം കോവിൽ എന്നാണല്ലോ പറയുന്നത്. അവിടെ ഈ കേശവനെയാണ് ചെണ്ടയ്ക്ക് ഏൽപ്പിച്ചിരുന്നത്. മൂപ്പര് സമയത്തിന് എത്തിയില്ല. അപ്പോൾ കേളി ഏതോ ഒരു കുട്ടി പോയിട്ട് കൊട്ടി. ഇങ്ങോട്ട് ചെന്നപ്പോൾ കമ്മിറ്റിക്കാർ കൂട്ടും മൂപ്പരെ കടന്നു പിടിച്ചു. വെന്തേ കേളിക്കെത്താത്ത വെച്ചു. കേളിയോ ചോദിച്ചു. മൂപ്പര് ഒരു അത്ഭുതയും കൊണ്ട്. അപ്പം മറ്റവർക്കും പെരുങ്ങലായി. എന്താ ചോദിക്കേണ്ടത് വെച്ചാലേ, സുബ്രഹ്മണ്യം കോവിലല്ലേ ഇവിടെ, സുബ്രഹ്മണ്യം കോവിലിൽ കേളി പതിവുണ്ടോ? ശരി. മൂപ്പര് അടവൊന്ന് മാറ്റി. അത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വരാട്ടിരുന്നത് നേരത്തെ. ശരി. പിറ്റത്തെ കൊല്ലം മുതൽക്ക് അവിടെ കേളിയില്ല. അങ്ങനെ ആക്കി മാറ്റിയിട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് വീണ്ടും ഈ കഥകളിക്കൊട്ടിലൂടെ ഈ പോകുന്ന കാലഘട്ടങ്ങളിൽ തായമ്പക ഉണ്ടാവാറില്ലേ? അങ്ങനെ തായമ്പയ്ക്ക് പോകാറില്ലേ? തായമ്പയ്ക്ക് കുറേശ്ശെ പോയിരുന്നു ആദ്യത്തിലൊക്കെ. പിന്നെ അത് കളിയും തായമ്പയും കൂടി എത്താണ്ടേ. അപ്പോൾ പിന്നെ കളിക്ക് മാത്രമാക്കി മാറ്റി. തായമ്പകേട് വേണ്ടാച്ചു. അത് ശരി. കുറേ കാലം തായമ്പ കൂട്ടിക്കണോ. ഒരു 8-10 കൊല്ലമൊക്കെ തായമ്പകയായിട്ട് നടന്നിട്ടുണ്ട്. അന്ന് എങ്ങനെ സിംഗിൾ തായമ്പകളായിരുന്നു അതോ ഡബിൾ തായമ്പകളായിരുന്നു? 2 തായമ്പ ഇല്ലാണ്ട് ഒരു പൂരവും ഇല്ല, ഉത്സവവും ഇല്ല. ഓ, അത് ശരി. 2 എണ്ണമെങ്കിലും വേണം. അപ്പോൾ ആദ്യത്തെ തായമ്പ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ എൻ്റെ. രണ്ടാമത്തെ ഒന്നുകിൽ ആലി ശിവരാമപുതാളുടെ, അല്ലെങ്കിൽ തൃത്താല കുഞ്ഞിക്ഷേട്ടൻ്റെ, അല്ലെങ്കിൽ കൊടല് ഗോപി പുതുവാൾ, അങ്ങനെ ആരുടെയെങ്കിലും ആയിട്ട് രണ്ടാമതും ഉണ്ടാവും. ഒരുവിധം സ്ഥലത്തൊക്കെ ആദ്യത്തെ എൻ്റെ. അത് ശരി. അപ്പോൾ ധാരാളം തായമ്പയും അന്ന് ഈ തായമ്പ ഇപ്പോൾ സിംഗിൾ തായമ്പകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സമയം, അതിൻ്റെ ഒരു ദൈർഘ്യമൊക്കെ എത്ര നേരം ഉണ്ടായിരുന്നു? അത് ദൈർഘ്യം ഒരു സിംഗിൾ തായമ്പയ്ക്കാണെന്ന് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ മീത് വലിയൊരു തായമ്പ തന്നെ ഇല്ല. നമ്മുടെയൊക്കെ തായമ്പക എന്ന് പറഞ്ഞാൽ ഒരു 40 മിനിറ്റ് കഴിയും.
ഇന്നത്തെ പോലെ ഞാൻ അതിൻ്റെ മാറ്റത്തെക്കുറിച്ച് 2.5 മണിക്കൂർ തായുമ്പോൾ വേണമെന്ന് കമ്മിറ്റിക്കാർ അങ്ങോട്ട് പറയുകയേ ആ 2.5 മണിക്കൂർ തേക്കാൻ അവർ കാത്തുക്കും. കാശ് കിട്ടണ്ടേ? അതെ. ആ 2.5 മണിക്കൂർ 5 മിനിറ്റ് കുറഞ്ഞു വെച്ചാൽ കാശ് കുറക്കി. അപ്പോൾ അത് തേക്കാൻ അവർ കാത്തുക്കും. അത് എന്തെങ്കിലും കൂട്ടിയിട്ടാണ് കാത്തുക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അന്ന് ഈ ഒറ്റ തായമ്പക അല്ലെങ്കിൽ അപൂർവമായിട്ട് ഡബിൾ തായമ്പകകൾ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഡബിൾ തായമ്പക എന്ന് പറയാൻ ഒരു ഡബിൾ തായമ്പകയെ പഴയ കാലത്ത് മാർക്ക് ചെയ്തുള്ളൂ. പിന്നെ അതിന് ശേഷമുള്ള ഡബിൾ തായമ്പകയൊക്കെ ചെതലി പല്ലച്ചനായിട്ട് തിരഞ്ഞു വെച്ചതാണ്. അത് ശരി. ഒരു ഡബിൾ തായമ്പക അതിൻ്റെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പം ഒന്ന് പരക്കെ അറിയപ്പെടുന്നത് ഡബിൾ തായമ്പക തുടങ്ങിയത് ചെതലിയും പല്ലശ്ശനിയും കൂടിയിട്ടാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ മുമ്പേ ഒരു ഡബിൾ തായമ്പക ഉണ്ടായിട്ടുണ്ട്. തിരുവേഗപ്പുറ രാമപൊതുവാളും കുടലിൽ ഗോപിയേട്ടനും കൂടി കോഴിക്കോട് കളി ഉത്സവത്തിന് ഒരു ഡബിൾ കൊട്ടി ഉണ്ടായിട്ടുണ്ട്. സിംഗിൾ തായമ്പകയാണെന്നുള്ളൂ. അത് ഈ പറഞ്ഞത് ഏത് കൊല്ലാവൂന്ന് അറിയോ? ഓർമ്മയില്ല. അല്ല അന്ന് ആശാൻ്റെ ഒരു പ്രായം എത്രയായിരിക്കും? ഞാൻ ചെറിയ കുട്ടിയാണ്. ഇവിടെ തൊട്ട് ഒരു പരമേശ്വരൻ നായർ ഒരു മാഷുണ്ടായിരുന്നു. അയാൾ കോഴിക്കോട് ഗണപതി സ്കൂളിലാണ് മാഷായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൊട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കൊല്ലവും ഉത്സവത്തിന് സന്ധ്യയാകുമ്പോഴേക്കും അമ്പലത്തിലിട്ടു. അത് ശരി. അപ്പം അങ്ങനെ അദ്ദേഹം ആ തായമ്പ് കഴിയുന്നവരെ കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരി. പിന്നെ കുറേ കാലത്തിനൊന്നും ഡബിൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഡബിൾ അല്ലാണ്ട് 3 പേര് ചേർന്നിട്ടുള്ളൊരു തായമ്പക അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് മലമക്കാവിൽ. താണനില ഇന്നിപ്പോൾ അതിൻ്റെ പേര് പതികാലം എന്നാക്കിയിട്ട് മാറ്റിക്കണം ആൾക്കാരൊക്കെ. അതിൻ്റെ പഴയ പേര് താണനില. താണനില ആലിപ്പറമ്പ് ശിവരാവും അല്ല തൃത്താല കുഞ്ഞിഷേട്ടുണ്ട്. പഞ്ചാരിക്കൂറും ചെമ്പക്കൂറും ആലിപ്പറമ്പ് ശിവരാമപ്പുഴ ആളുണ്ട്. ഇടവട്ടം മുതൽക്ക് കുടലിൽ ഗോപിയായിട്ടുണ്ട്. അങ്ങനെ മാറി മാറിയിട്ട് അതൊക്കെ അനവധി കാലം മുമ്പേ കേട്ടോ. ഇപ്പോൾ ഈ വന്ന മാറ്റം ഉണ്ടല്ലോ, അതായത് ഒറ്റ തായമ്പകയിൽ നിന്ന് 5 പഞ്ചതായമ്പക വരെ വന്നിട്ടുണ്ട്. പഞ്ചതായമ്പക വരെ വന്നിട്ടുണ്ട്. പിന്നെ ഈ പഞ്ചതായമ്പകയ്ക്കും അടിസ്ഥാനമൊന്നുമില്ല. അതിനൊന്നേ തായമ്പക കേൾക്കാൻ സുഖം ശരിക്കും പറഞ്ഞാൽ സിംഗിളാണ്. ഇനി അതിന്ന് വിട്ടാൽ ഡബിള് വേണമെങ്കിൽ ആവാം. അത്രയേ ഉള്ളൂ. ഇത് പണ്ട് കൃഷ്ണകുട്ടി പുതുവളാശാൻ പറയുന്നുണ്ടായിട്ടുണ്ട്, സിംഗിൾ തായമ്പക അണച്ചാൽ ഈ ചപ്പിട്ടത്തരം കൊട്ടുന്നത് ഒരു പ്രാവശ്യം കേൾക്കട്ടു, മറ്റു 2 പ്രാവശ്യം കേൾക്കണമെന്ന്. രണ്ടാളുടെയും കേൾക്കണ്ടേ? അങ്ങനെ ഒരു മാറ്റേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ആര്യങ്കാവിലൊരു പഞ്ചതായമ്പക ഉണ്ടായി TSൻ്റെ നേതൃത്വത്തിൽ. ചെതലി പല്ലശ്ശന പിന്നെ ശിവരാമ പൊതുവാൾ കുഞ്ഞികൃഷ്ണേട്ടൻ തൃത്താല കേശവേട്ടൻ ഇങ്ങനെ 5 ആൾ ചേർന്നിട്ട് പറ്റിയാണ് ഉണ്ടായത്. അത് ഈ പഞ്ചതായമ്പകളുടെ ഗണത്തിൽ ആദ്യത്തെയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ആദ്യം ഉണ്ടായത് പറയാൻ പറ്റുമോ? ആദ്യം ഉണ്ടായതാണോ എനിക്ക് ശരി. അതിൻ്റെ മുമ്പ് എവിടെയെങ്കിലും ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് ശരിയല്ല. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം വെച്ചിട്ട് ആണ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. അതന്നെയാണോ ആദ്യത്തേന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എനിക്ക് എൻ്റെ ധാരണയിലില്ല. എന്തായാലും അത് ഈ താണ നിലയിൽ 4-ാം കാലത്തിൽ ഒരു ഇരട്ടി കൊട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട്. ആ ഇരട്ടിയോട് കൂടിയിട്ട് തായമ്പക കേശവട്ടൻ്റെ മാത്രമായിട്ട് മാറി. ശരി. മറ്റവരൊക്കെ താളം പിടിക്കലായി. ആ ഇരട്ടിയുടെ അവിടെയും എത്തിയപ്പോൾ മറ്റവരൊക്കെ കൂട്ടിയിട്ട് അവസാനം ഇപ്പോൾ കേശവട്ടന് തരാമോ? കേശവട്ടനാണ് അതിലന്ന് ജൂനിയർ. കേശവട്ടൻ്റെ അവിടെ എത്തിയപ്പോൾ 4 കൂറും നോക്കി കാലാണ് തട്ടി കയറ്റി തന്നെ. മൂപ്പർക്ക് കൈ നടക്കുന്നതിന് ഉരിഞ്ഞിരിക്കുമല്ലേ. എവിടെ വേണ്ട ചെത്തും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നോക്കിയിട്ട് അപ്പോൾ കാലം തന്നെയാണ് കയറി എന്നെ. മൂപ്പര് ഒരു 16 താളോട്ടാണ് ഇരട്ടി കൊട്ടി നിന്നു. ഒരു ഞെരുക്കല്ലാണ്ട് അവിടുന്ന് അങ്ങോട്ട് തായമ്പക കേശവട്ടൻ്റെ അങ്ങനെ ഒരു പഴയ ചരിത്രം കേട്ടിട്ടുണ്ട്. ഈ കേക്ക് മാത്രമല്ല അത് റെക്കോർഡ് ചെയ്തിരുന്നു TSN. എന്നിട്ട് എന്നോട് അന്ന് ചെല്ലാൻ പറയണ്ടായി. പക്ഷേ എനിക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ല.
എന്നിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ കവളപ്പാറ ചെന്നപ്പോൾ അദ്ദേഹം ആ റെക്കോർഡ് കേൾപ്പിച്ച് തന്നു. അത് ശരി. ഈ ഇത്രയധികം കാലത്തെ പഴക്കം ഉണ്ടാവുക, തായമ്പകകൾ ഒരുപാട് കാണാനും ഒപ്പം പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ മനസ്സിൽ ഏതെങ്കിലും ഒരാളുടെ തായമ്പകം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോഴും അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തായമ്പക കുടലിൽ ഗോപിയേട്ടൻ്റെ. നേരം പോലെ വേണം എന്ന് വിചാരിച്ച് കൊട്ടിയാൽ അതിൻ്റെ മീതെ കൊട്ട ആരുമില്ല. അന്ന് ത്രിമൂർത്തികൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നവരാണ് ഗോപി പൊതുവാൾ, ശിവരാമ പൊതുവാൾ, കുഞ്ഞികൃഷ്ണ പൊതുവാൾ. പക്ഷെ ഈ മൂന്നിനും വെച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം ഗോപി പൊതുവാളുടെ തന്നെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഭദ്രാംകുളങ്ങര എന്ന് പറഞ്ഞിട്ട് ആ പുഴയുടെ വക്കത്ത് അവിടെ ഒരു അമ്പലമുണ്ട്. അവിടുത്തെ ഒരു തായമ്പക 40 ചെണ്ടയിട്ടുള്ള മേളം അടക്കം മൂപ്പരുടെ കരാറാണ്, ഗോപിയേട്ടൻ്റെ കരാറാണ്. അവിടെ ചെന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട്, അത് ഇപ്പോൾ പറയുന്നില്ല, അതിന് നേരം കുറവാണ്. തായമ്പകയുടെ സമയമായപ്പോഴേ ആദ്യം എൻ്റെ തായമ്പ ഉണ്ടായി, കഴിഞ്ഞ് ഗോപിയേട്ടൻ്റെ തായമ്പയ്ക്ക് ഈ 40 വലന്തലിയും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എഴുത്താൾക്കാരും ഒക്കെ ഇവിടെ ഇടവട്ടം വലിക്കവിടെ നിന്നായിരുന്നു. അത് ശരി. പക്ഷേ ഗോപിയേട്ടൻ്റെ കൊട്ട് മാത്രമാണ് പുറമെ കേട്ടായിരുന്നു. അങ്ങനെ ഒരു തായമ്പ ഇനി വേറെ കേൾക്കില്ല, ഉറപ്പായിട്ടാണ് പറയാമെന്നാണ് കാര്യം. ഘനത്തിലൊക്കെ തൃത്താല കുഞ്ഞികൃഷ്ണേട്ടൻ്റെയാണ് കേമം എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു തായമ്പ ഇനി വേറെ കേൾക്കില്ല, അത്ര ഗംഭീരമാണ്. ഈ 10-40 വലന്തല പിടിച്ചിട്ട് അതിൻ്റെ മീത് കൊട്ട് മാത്രമാണ് കേൾക്കണത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. സംഗതി ഈ ഇടവട്ടത്തിന് ശേഷം വരുന്ന ഭാഗങ്ങളൊക്കെ ഈ താളത്തിൻ്റെ ഇടയിലാണ് വരുന്നത് കൊട്ടൊക്കെ. പക്ഷെ അതിങ്ങനെ പൊന്തി നിൽക്കണം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിരിക്കാം. സാധാരണ ഈ വട്ടത്തിൻ്റെ ഉള്ളിലാണ്ട് പോവും. പതികാലത്തിൻ്റെ എണ്ണങ്ങളുടെ ഗാംഭീര്യം തൃത്താല കുഞ്ഞികൃഷ്ണേട്ടന് കൂടും. പക്ഷെ അത് ഇത്ര വേണോ എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ ദരികിടതുക തരകാം എന്നുള്ള എണ്ണം കൊട്ട് കണ്ണക്കാം, അതിന് ഇതിനേക്കാൾ ഒരു ഘനത്തിൽ പോലും ഇടില്ല. ഇത്ര ഘനം വേണമെന്ന് നമുക്ക് തോന്നും. കാരണം ഒരു മയവുമില്ല, അത്ര വേണ്ടാന്ന് തോന്നാറുണ്ട്. പക്ഷെ മൂപ്പരുടെ ശൈലി അങ്ങനെയാണ്. ശരിക്കും തായമ്പകയുടെ ഒരു ശരിയായ രീതി അല്ലെങ്കിൽ സ്വാദ് എന്നൊക്കെ പറയണത് എന്താ? അതിൻ്റെ ഒരു സാങ്കേതികമായിട്ട് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ശരിക്കുള്ള സ്വാദ്? അതിൻ്റെ സ്വാദ് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണങ്ങളൊക്കെയായാലും ബഹുചാരികൾക്കായാലും മനോധർമ്മത്തിനായാലും, മനോധർമ്മങ്ങൾ ബഹുചാരികൾ ഇത് രണ്ടും എണ്ണത്തോട് യോജിച്ചുകൊണ്ട് മാത്രമേ പഴയ കാലത്തുണ്ടായിരുന്നുള്ളൂ. അത് ശരി. അപ്പോൾ അതിനൊരു ഒഴുക്ക് കിട്ടും. ഒരു ബഹുചാരി കഴിഞ്ഞിട്ട് ഒരു എണ്ണം തിരങ്ങുമ്പോൾ അതിനൊരു ഒഴുക്കുണ്ട്. ഇന്നുള്ള ബഹുചാരികളും ഒന്നും മനോധർമ്മങ്ങളും ഒന്നും ആ എണ്ണയായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അത് ശരി. അവനവന് തോന്നണത് എന്താ വെച്ചാൽ അത് കൊട്ടുക, അത്രയേ ഉള്ളൂ. കൈ നടക്കണം, താളവും വേണം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ഒഴുക്ക് ആദ്യം മുതൽക്ക് അവസാനം വരയ്ക്ക് ഒരു ഒഴുക്കുണ്ടായിരുന്നു തായമ്പയ്ക്ക്. ആ ഒഴുക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുക. അതുപോലെ ചെണ്ടയുടെ ശബ്ദം അല്ലെങ്കിൽ ചെണ്ടയുടെ മൂപ്പ് ഒക്കെ അതിനൊരു പ്രധാന. ചെണ്ടയുടെ മൂപ്പ് പഴയ കാലത്ത് രണ്ട് പുറത്തും ഇടന്തല പിടിക്കുക എന്നാണ് പറയുക. ആ രണ്ട് പുറത്തും നിൽക്കുന്ന ഇടന്തലയേക്കാൾ കുറഞ്ഞ മൂപ്പായിരിക്കണം തായമ്പകക്കാരൻ്റെ. അതിൽ കൂടാൻ പാടില്ല, കുറയുക വേണ്ട. കുറയണമെന്ന് നിർബന്ധമാണ്. അത് ശരി. അങ്ങനെയായിരുന്നു പഴയ കാലത്തെ സമ്പ്രദായം.